വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കലാശാല. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫോട്ടോ എങ്ങനെ സ്റ്റെൻസിൽ സ്കെച്ചാക്കി മാറ്റാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് പേര് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് കണ്ടായിരുന്നു സ്റ്റെൻസിൽ ആർട്ട് വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിന് സിമ്പിളായിട്ടുള്ളൊരു വെർഷൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൊവിനോയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതെങ്ങനെ സ്റ്റെൻസിൽ സ്കെച്ചാക്കി മാറ്റാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ആപ്ലിക്കേഷൻ്റെ ഹെൽപ്പൊന്നും വേണ്ട, നമ്മുടെ ഫോണിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എപ്പോഴും പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ക്ലോസപ്പ് ആയിട്ടുള്ളൊരു ഇമേജ്, കുറച്ച് ക്ലാരിറ്റി ഉള്ളൊരു ഇമേജ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, റാപ്പിഡ് റീസൈസർ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പേജ് ഓപ്പണായി വരും. അതിൽ ഫ്രീ പിക്ചർ സ്റ്റെൻസിൽ മാർക്കർ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അതിലൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവറിൻ്റെ പിക്ചർ സ്റ്റെൻസിലാകുമ്പോൾ എങ്ങനെ കാണിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ യൂസ് ആൻ ഇമേജ് ഫ്രം യുവർ ഡിവൈസ് അത് കൊടുക്കുക. എന്നിട്ട് ഫയൽസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലാണ് വരുന്നത്. ഇപ്പോൾ സൈഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ഗാലറി ഓപ്പൺ ചെയ്യാൻ പറ്റും, അല്ല ഇമേജസ് വീഡിയോസ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ റീസെൻറ്റിൽ കയറിയിട്ട് ആ പിക്ചർ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെൻസിൽ വരുമ്പോൾ ഇതുപോലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴോട്ട് നോക്കുമ്പോൾ ഇത് ഇപ്പോൾ ഓപ്ഷൻ കിടക്കുന്ന എഡ്ജസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കിടക്കുന്നത്. ഇതിൽ ഡാർക്ക് വൈറ്റ് ആക്കാൻ വേണ്ടി പറ്റും. കുറച്ചും കൂടെ ഡാർക്കർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇമേജാണ് കിട്ടുന്നത്. വൈറ്റിലോട്ടാക്കുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റായിട്ടുള്ളൊരു ഇമേജാണ് കിട്ടുന്നത്. ഇനി ഇതിൽ തിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇങ്ങനെ ഡാർക്കറായിട്ടും ലൈറ്റായിട്ടും ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അഡാപ്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിലും ഇതുപോലെ ഡാർക്കർ ആക്കാം, അതുപോലെ തന്നെ ലൈറ്റർ ആക്കാൻ ഓപ്ഷനുണ്ട്. ഇതിൽ ത്രെഷോൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നതാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഡാർക്കർ ആക്കുമ്പോൾ അത് ഇതുപോലാണ് വരുന്നത്. വൈറ്റിലോട്ട് പോകുമ്പോൾ വളരെ ലൈറ്റായിട്ടൊരു ഇമേജാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇമേജാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പിക്ചർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു ഇതിലുള്ള പിക്ചറാണ് ആവശ്യം. അപ്പോൾ അതിനുശേഷം താഴോട്ട് വരുമ്പോൾ കാണുന്നത് ഒരു ഷാർപ്പൻ ചെയ്യാനുള്ള ഇതുണ്ട്. ഷാർപ്പൻ ഓർ സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമേജ് കുറച്ചൊന്ന് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സോഫ്റ്റ് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്തപ്പോൾ ഇതുപോലാണ് ഇമേജ് കിട്ടിയത്. ഷാർപ്പൻ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഇമേജ്, അതിൻ്റെ ഇമേജസിൻ്റെ എഡ്ജസൊക്കെ കുറച്ച് ഷാർപ്പൻഡ് ആയിരിക്കാം. അപ്പോൾ അതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ ഒരു ഇമേജാണ് ആവശ്യം, അതുകൊണ്ട് ഞാനിത് ഫിക്സ് ചെയ്തിട്ട് ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക, പ്രിൻ്റ് ഓൺ പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ PDF ഫയലായിട്ടാണ് സേവ് ആവുന്നത്. അത് സേവ് ഓപ്ഷൻ, മുകളിൽ കാണുന്ന സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡൗൺലോഡ്സിൽ PDF ഫയലായിട്ട് ഇത് സേവ് ആയിട്ടുണ്ട്. ഇതിനി ഫയൽസിൻ്റെ അകത്ത് കയറി നോക്കാം. ഫയൽസിൽ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് എടുക്കുക. അതിൻ്റെ അകത്ത് ഞാൻ ഈ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഇമേജ് കിട്ടും. ഒരുപാട് പേര് ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് കണ്ടായിരുന്നു ഫോട്ടോസ് ഇങ്ങനെ സ്റ്റെൻസിൽ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ ഈസി ആയിട്ടുള്ള അക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിതെന്ന് പറയുന്നത്. ഇതിനി പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ ഗ്രിഡ് ഇട്ട് വരയ്ക്കുക, അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഈ പിക്ചർ ഫ്രീ ഹാൻഡായിട്ടൊന്ന് വരച്ച് കാണിക്കാം. ചെറുതായിട്ടൊന്ന് പെൻസിൽ വെച്ച് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. ഫ്രീ ഹാൻഡ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്രിഡ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കോപ്പി എടുക്കുന്നതാണ് ആവശ്യമുള്ളവർക്ക് പ്രിൻ്റ് എടുത്തിട്ട് കോപ്പി എടുത്ത് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന CD മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. സാധാരണ യൂസ് ചെയ്യാറുള്ള ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്യുന്നുണ്ട്. ലാർജ് ഏരിയസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ടുള്ള മാർക്കേഴ്സ് യൂസ് ചെയ്യുക. ഞാനിവിടെ പേപ്പറിൽ വരയ്ക്കുന്നുണ്ട്, സാധാ മാർക്കർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ വരയ്ക്കുന്നതിന് എല്ലാവരും കണ്ടു നോക്കുക.
സ്റ്റെൻസിൽ ആർട്ട് വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.